നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ എവിടെയാണ് പോകുന്നത്? എന്റെ വീട്ടിലോട്ട്. അതെ, നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 29ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും ഇല്ല. കാരണം ഞാൻ ഇവിടെയും മുത്ത് എൻ്റെ അനിയത്തി പുറത്തുമാണ്. അതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് അവിടെ പോകാമെന്ന് കരുതി. അതായത് സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് കരുതി. നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നതല്ലേ, അപ്പം നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? നമ്മൾ ഈ പ്രാവശ്യം കേക്ക് കട്ടിങ് ചെയ്യാൻ വിചാരിച്ചു. പപ്പയും അമ്മയും ദ്രൗപദിയും കൂടി നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുത്ത് നമ്മൾ ഫ്രെയിം ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കണം, അത് കൊണ്ട് കൊടുക്കണം. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം. പോകുന്ന വഴി ഇനി കേക്ക് വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അനിയത്തി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഞങ്ങൾ ആരടുത്തും പറഞ്ഞിട്ടില്ല ചെല്ലുന്ന കാര്യം. തിരക്കുണ്ട് റെഡിയാക്കി എത്തിയിട്ടുണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ പോകുന്ന വഴി കേക്ക് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അമ്മ ഇപ്പോൾ 7 മണിക്ക് വരെയുള്ളൂ വീട്ടിൽ, ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പം വിളിച്ചിരുന്നു, അപ്പം ഒരു കടയിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് വരികയാണെന്ന്. സർപ്രൈസ് അല്ലേ, അപ്പം ഇതായിട്ട് ഞാൻ പറഞ്ഞത് കൊളാക്കുന്നതാണ്. ഇതൊക്കെ വീഡിയോയിൽ വരുമോ? ഒന്നും വരില്ലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ അല്ലേ പിക്ക് ചെയ്യുന്ന കേക്ക് വേണ്ട കേക്ക്. ഇത് കുട്ടി കാറൊക്കെ യാത്രയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മിണ്ടാതിരിപ്പുണ്ട്. ബ്ലൂബെറി ആണ് ഓർഡർ ചെയ്തത്. ഗിഫ്റ്റ് വീഡിയോ വരും കേട്ടോ തമിഴ്. അങ്ങനെ പറഞ്ഞ് നീ എടുക്ക്. Happy wedding anniversary.
ഹാപ്പി ആനിവേഴ്സറി ക്രീം ഇവിടെ ആയിട്ട് ഇത്രയും നിങ്ങൾക്ക് നമ്മൾ കഷ്ടപ്പെടും. എനിക്ക് മതി, നിങ്ങൾ കഴിക്കും. പപ്പയുടെ അമ്മയുടെ ചെലവാണ് ഗൈസ് നമുക്ക് ബ്രോസ്റ്റഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതൊരു വളരെ ചെറിയ വീഡിയോ ആണ് ഗൈസ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും നമ്മുടെ അച്ഛനും അമ്മയുടെ ചെറിയ സന്തോഷങ്ങൾ പോലും പങ്കുചേർന്ന് അവരെ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രം പോരാ, ഹാപ്പി ആക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ